ഷെയിം ബ്രോ, നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊരു ഇഷ്യൂ നടന്നില്ലേ? ഒരു ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. ആക്ച്വലി ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ബ്രോയ്ക്ക് ഈ ഒരു സെക്ടറിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതല്ലേ? ഇനി ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവും? നമുക്ക് അറിയാം, ഒരു ഗേറ്റ് മോട്ടർ ജസ്റ്റ് ഫിസിക്കൽ സാധനമാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു കൺട്രോൾ ബോർഡാണ്. ഇന്ന് എൻ്റെ കയ്യിൽ കാണാൻ പോകുന്ന ഈ കൺട്രോൾ ബോർഡിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റീബോൺ ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോ എന്തൊക്കെ ഫീച്ചേഴ്സുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ റീബോൺ ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗെയിറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇടയിൽ ഒരു കുട്ടിയോ എന്തെങ്കിലും ഒബ്ജക്റ്റോ ഉണ്ടെങ്കിൽ ഗേറ്റിന് എന്ത് ചെയ്യും, അവിടെ ആളുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് മനസ്സിലാക്കി ഡിറ്റക്ട് ചെയ്തിട്ട് സാധനം ഓട്ടോമാറ്റിക് ബാക്കിലോട്ട് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഈ കൺട്രോൾ ബോർഡിൽ നമ്മൾ റീബോൺ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ എന്ത് ചെയ്യണം, വർക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് റീബോൺ ഫംഗ്ഷൻ ഓൺ ആക്കിയിടണം. ഇത് ഓൺ ആക്കിയിടുന്ന എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ, നമുക്ക് അറിയാം, നമ്മളിപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ ടെസ്റ്റ് ഡ്രൈവിങ് കാര്യങ്ങൾ ചെയ്യും. ഒരു വീടിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, വീടിൻ്റെ എൻട്രൻസ് ഓട്ടോമാറ്റിക് ഗേറ്റ്. അപ്പോൾ നിങ്ങളൊരു ഗേറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ആരെക്കൊണ്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യിപ്പിച്ചോട്ടെ, ഈ റീബോൺ ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വർക്ക് കംപ്ലീഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നമുക്ക് ഇതേപോലെ ഈ കാണുന്ന ഫോട്ടോസെൽ സെൻസർ, ഈ ഫോട്ടോസെൽ സെൻസറിൻ്റെ വർക്കിംഗ് സിസ്റ്റം IR സെൻസറാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ വർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാളിൻ്റെ ഇൻബിറ്റ്വീൻ എന്തെയും ഒരു പെയർ ഓഫ് ഫോട്ടോസെൽ സെൻസർ നമ്മൾ കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ഇതൊരു റേ കണ്ടിന്യൂസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഈ റേയിൽ എന്തെങ്കിലും ഒബ്ജക്ട് ഡിറ്റക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ സിഗ്നൽ മോട്ടറിന് എന്ത് ചെയ്യും, മനസ്സിലായി മോട്ടർ ബാക്കിലോട്ട് പോകും. പക്ഷേ മനസ്സിലാക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ഈ ഫോട്ടോസെൽ സെൻസർ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിളിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു ഗേറ്റ് വെക്കുന്നതും സെൻസർ വെക്കുന്ന ഒരു 6 ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസെൽ സെൻസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50% അപകടങ്ങൾ കുറക്കാൻ പറ്റും. എന്നാൽ സ്റ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോൾ ബോർഡ് റീബോൺ ഫംഗ്ഷൻ ഓൺ ആക്കിയിടുന്നതാണ്. അതുപോലെ ഫോട്ടോസെൽ സെൻസർ നിങ്ങൾക്ക് വെക്കാൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഗെയിൻ്റെ എൻട്രൻസിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ്റെ എൻട്രൻസിലും ബാക്സിലും 2 സൈഡിലും എന്ത് ചെയ്യുക, 2 പെയർ ഓഫ് ഫോട്ടോസെൽ എന്ന് വെച്ചാൽ 4 ഫോട്ടോസെൽസ് എന്തെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നിങ്ങളൊരു 25 ലാഖിൻ്റെ വെഹിക്കിൾ ആയിക്കോട്ടെ, 1 CR വെഹിക്കിൾ ആയിക്കോട്ടെ, ഇത് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പീരിയോഡ് ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ എന്തെങ്കിലും സർവീസ് സെൻറ്റർ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കോമൺ ആയ മിസ്റ്റേക്കാണ്. ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മെയിൻ്റനൻസും വേണ്ടെന്നാണ് ആൾക്കാരുടെ കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ എത്ര ഒരു പ്രീമിയം ഇറ്റാലിയൻ മോട്ടർ വെക്കുകയാണെങ്കിലും കോസ്റ്റ് പറഞ്ഞ മോട്ടർ വെക്കുകയാണെങ്കിലും ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ 3 to 5 ഇയർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പീരിയോഡിക് സർവീസ് AMC എന്തെങ്കിലും സർവീസ് ചെയ്യണം. ആ സർവീസ് ചെയ്യുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോട്ടോസെൽ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ, കൺട്രോളൊക്കെ വർക്കിംഗ് ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വീലുകൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരം റീബോൺ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഗേറ്റിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിൽ എന്ത് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും റീബോൺ ഫംഗ്ഷൻ വർക്ക് ആവില്ല. റീബോൺ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ SS ഡബിൾ ബിയറിംഗ് ഉള്ള വീലുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ നമ്മളൊരു ഫിംഗർ ടച്ച് തന്നെ എന്ത് ചെയ്തു, ഗേറ്റ് മാനുവൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. ഇങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന സൈഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ കൺട്രോൾ റീബോൺ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അല്ല അവിടെ ഗേറ്റ് ടൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക കഴിഞ്ഞാൽ റീബോൺ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ഓഫ് ആയി പോകും. അപ്പോൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന വീലുകൾ കോസ്റ്റ് ലാഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോക്കലായിട്ടുള്ള SS MS വീലുകളോ ട്രാക്കുകളോ കൊടുക്കുന്ന പകരം അതുപോലെ SS ഡബിൾ ബിയറിംഗ് വീലുകളും ട്രാക്കുകളും കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് നമുക്ക് മാക്സിമം സ്മൂത്താവും. എന്നാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം കോമൺ മിസ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിൽ ടോർക്കും സംഭവമുണ്ട്. നമുക്ക് ഒരു ഗേറ്റ് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റീബോൺ ഫംഗ്ഷൻ ഓണാക്കുമ്പോൾ ഒരു ടോർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഗേറ്റിന് വേണ്ട റീസണബിൾ ടോർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. റീസണബിൾ ആയിട്ട് നോർമൽ ടോർക്കും റീബോൺ ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ടിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇൻസ്റ്റാളേഷൻ പ്രൊഫഷണൽ ചെയ്യാൻ പാടുള്ളൂ. നാട്ടിൽ കോമൺ കണ്ടുവരുന്ന മിസ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഗേറ്റ് പെട്ടെന്ന് വലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ടോർക്ക് നല്ല ഹൈയിൽ കൂട്ടി വെക്കും, റീബോൺ ഫംഗ്ഷൻ ഓഫ് ആക്കും. ഈ മിസ്റ്റേക്ക് ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാളേഷൻ സൈഡിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ പറഞ്ഞ റീബോൺ ഫംഗ്ഷൻ, ഫോട്ടോസെൽ സെൻസർ, ടോർക്കിൻ്റെ റീസണബിൾ ടോർക്ക്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വർക്ക് ചെയ്ത് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ ഇൻസ്റ്റാളേഷൻ കംപ്ലീഷൻ കൊടുക്കാൻ പാടുള്ളൂ.